നമോ നമ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം വേദം എന്ന് പറയുന്നത് ഒന്നാണ്, അറിവാണ്. എന്തറിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗഹനമായിട്ടുള്ള അറിവിനെയാണ് വേദം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് എല്ലാ അറിവും വിദ് എന്ന് പറഞ്ഞാൽ അറിയുക എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ ഓരോന്ന് കാണുന്നു, ഇത് കസേര, ഇത് മേശ, ഇത് ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോന്ന് കാണും. പക്ഷെ അതിനെയല്ല നമ്മൾ സാധാരണ വേദം എന്ന് പറയുന്നത്. ധനവാൻ എന്ന് പറയുമ്പോൾ ആകപ്പാടെ 10 രൂപ കയ്യിലുണ്ട്, ഒരു ചായ കുടിച്ചാൽ തീരാവുന്ന കാശാണ് കയ്യിലുള്ളത്. അതിലെ നമ്മൾ ധനവാൻ എന്നല്ല പറയുന്നത്, അയാളെ ദരിദ്രൻ എന്നാണ് പറയുന്നത്, നിർധനൻ എന്നാണ് പറയുന്നത്. അയാളെ നിർധനൻ ആരെങ്കിലും പിന്നെ ഒരു 5 രൂപയും 2 രൂപയും ഒക്കെ കൊടുത്താലേ അയാളുടെ കയ്യിൽ കാശ് കൂടി വരികയുള്ളൂ പിന്നെയും. അപ്പോൾ ഇപ്പൊ തൽക്കാലം അയാളുടെ കയ്യിൽ ആകപ്പാടെ 10 രൂപയുള്ളെങ്കിൽ അയാൾ നിർധനനാണ് എന്ന് പറയും. അയാളുടെ കയ്യിൽ 100 രൂപയോ 10 രൂപയോ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ധനവാനായിട്ടല്ല കണക്കാക്കുന്നത്. അപ്പോൾ ധനം കയ്യിലുള്ളവനല്ല ധനവാൻ. നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതും അതിൽ അധികമായിട്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല ലക്ഷറിക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ നമ്മളുടെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്ന് വരുമ്പോഴാണ് നമ്മളെ ആളുകൾ ധനവാൻ എന്ന് കരുതുന്നത്. അപ്പോൾ ധനവാൻ എന്ന് പറയുന്ന ലിറ്റററി മീനിങ്ങിലല്ല എടുക്കുന്നത്. അപ്പം ഇവിടെയും അതുപോലെ തന്നെ വേദം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദ് എന്ന് പറഞ്ഞാൽ അറിയുക എന്നുള്ളതിൻ്റെ ധാതുവാണ്. വേദം എന്ന് പറഞ്ഞാൽ എന്തറിവും വേദം അങ്ങനെയല്ല. അങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കാൻ സാന്ദർഭികമായിട്ട് വ്യാഖ്യാനിക്കുന്നത് മാത്രമാണ് പ്രയോജനകരമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേദം ഗഹനമായിട്ടുള്ള ആശയങ്ങളിലേക്ക് പോകുന്ന ആ വിശദീകരണം ആണ് വേദത്തിന് നൽകിയിരിക്കുന്നത് എന്നതിനാൽ തന്നെ അതിനെ നാല് വിധത്തിലല്ല, 400 വിധത്തിലുമല്ല, എത്ര വിധത്തിൽ വേണമെങ്കിൽ സാന്ദർഭികമായിട്ട് ഏതർത്ഥത്തിലും വരാം. പക്ഷെ അതിന് പ്രധാനമായും 4 വിധത്തിൽ വ്യാഖ്യാനം നടത്തി വേണം വേദത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ. ഏറ്റവും പ്രഥമതലത്തിൽ നിന്ന് ഗഹനത്തിലേക്ക് പോയി വരുമ്പോൾ അവസാനം ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ള ആ അറിവ് നമ്മളിലേക്ക് എത്തുമ്പോഴാണ് വേദം പൂർണ്ണമാകുന്നത്, വേദത്തിന്റെ അവഗമനം പൂർണ്ണമാകുന്നത്. ബ്രഹ്മ പ്രപഞ്ച ബന്ധത്തെപ്പറ്റി ഒരു ധാരണയുണ്ടാകുന്നതാണ് വേദത്തിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള തലം. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ തലമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് അവഗമനം സാധ്യമാകാതെ വരും. നമുക്ക് അറിയുക എന്നുള്ള ഒരു കാര്യം അസാധ്യമായിട്ട് വരും ഈ ബ്രഹ്മത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴും ബ്രഹ്മത്തിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം നമ്മൾക്ക് ഊഹിക്കാവുന്നതിന്റെ അപ്പുറത്തുള്ള ഒരു പ്രക്രിയയാണ്. ഒരു ചെറിയ അതൊരൊറ്റ ഏകാവസ്ഥയാണ്, മറ്റെല്ലാം അനന്താവസ്ഥകളാണ്. ഇതാണ് വ്യത്യാസം. അതിന് ഒരു ചെറിയ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയും. പക്ഷെ അതുകൊണ്ട് ബ്രഹ്മത്തിനെ മനസ്സിലാകുമെന്നല്ല, ബ്രഹ്മത്തിനെ നമുക്ക് മനസ്സിലാകാൻ പറ്റുകയില്ല എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാകും എന്നാണ് ഞാൻ പറയുന്നത്. ബ്രഹ്മം എന്താണെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ബ്രഹ്മം എന്ന് പറയുന്ന അവസ്ഥ ബ്രഹ്മത്തിനോ മറ്റ് അവസ്ഥകൾക്കോ
ആകാത്ത വിധത്തിൽ നമ്മൾ സ്വയം എത്തിച്ചേരുന്ന ബ്രഹ്മാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഈ നമ്മൾ അല്ല. നമ്മൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്, ട്രിപ്ലിക്കേറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ഇൻഫിനിറ്റ് ആയിട്ടുള്ള വിധത്തിൽ അതത് സമയങ്ങളെ നമ്മൾ സ്വയം ആരോപിച്ചാണ് നമ്മളെന്ന് തന്നെ പറയുന്നത് എന്നർത്ഥം. അതിനൊക്കെ നമ്മൾ പല സമയത്ത് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊന്നും നമുക്ക് അതിനെ ക്ലിയർ ആയിട്ട് മനസ്സിലാകില്ല. ഉദാഹരണങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഒരു ഉദ്ദേശമായിട്ട് നമുക്കിതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്താണ്? ഞാൻ അച്ഛനും അനന്തരവനും ജ്യേഷ്ഠനും അനിയനും ഒക്കെയായും മാറുന്ന അധ്യാപകനും ആചാര്യനും ഗുരുവും നമ്മൾ ശത്രുവും മിത്രവും ഒക്കെയായിട്ട് നമ്മൾ ഓരോ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഒന്ന് തിരിയണ നേരമുണ്ട്. മകളുടെ നേരെ തിരിഞ്ഞാൽ അച്ഛനായി, അമ്മയുടെ നേരെ തിരിയുമ്പോൾ മകനായി എന്ന് പറഞ്ഞ് നമ്മൾ പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അതൊരു അംശമായിട്ടാണോ ഞാൻ മകൻ, അംശമായിട്ടാണോ അച്ഛൻ, അല്ലെങ്കിൽ അംശമായിട്ടാണോ ഞാൻ ഈ ആചാര്യൻ എന്ന് പറയുന്നത്? അങ്ങനെയൊന്നുമല്ല. അംശമായിട്ടാണോ ഒരു മന്ദബുദ്ധിയായിട്ടിരിക്കുന്ന സമയത്ത് അതും അംശമായിട്ടല്ല പറഞ്ഞ ഞാൻ വേറെ ഒരു നല്ല ബുദ്ധിമാനായിട്ടുള്ള ശങ്കരാചാര്യരെ പോലുള്ള അല്ലെങ്കിൽ വേറെ അതുപോലുള്ള ഏതെങ്കിലും ഒരാളുടെ അടുക്ക് നിൽക്കുമ്പോൾ നമ്മൾ മന്ദബുദ്ധിയോ അവർ ബുദ്ധിമാന്മാരാകും. ഇനി അവർ വേറൊരു വിധത്തിൽ വേറൊരാളാകുമ്പോഴത്തേക്കും അവരുടെ നില എങ്ങനെയാകും? നമുക്കതൊന്നും നമ്മളുടെ ഇപ്പോഴത്തെ അനുഭവത്തിൽ വലിയ അതിനെപ്പറ്റിയുള്ള അതിനേക്കാൾ വലിയ ആളുകളെ നമ്മൾ കാണാൻ പറ്റാത്തത് കാരണം നമുക്കറിയാൻ പറ്റുക. പക്ഷെ അവരെ നോക്കുമ്പോൾ അവർക്ക് ആ സാഹചര്യത്തിൽ അവരുടെ ആ ഇന്ററാക്ഷൻസ് ഒക്കെ അനുസരിച്ച് അവരും ഈ മാറിക്കൊണ്ടിരിക്കും. അത് ഏത് ദൈവത്തിനാണെങ്കിലും ഏതെങ്കിലും ഒന്നറിയുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിന്നേ അറിയാൻ പറ്റുള്ളൂ. അതിനാണ് ദൃശ്യ വിവേകം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം തന്നെയുണ്ട് നമുക്ക്. എങ്ങനെയാണ് ആ കാഴ്ചയുണ്ടാകണമെങ്കിൽ കാഴ്ചയിൽ ആ കാണുന്ന ആ വസ്തുവിൽ നിന്ന് കാണാൻ ഉപയോഗിക്കുന്ന ആ അവസ്ഥ ഒന്ന് കാണപ്പെടാൻ, ഒന്ന് കാണാൻ, ആ കാഴ്ച എന്നുള്ള ആ അറിവ്, ആ വേദം അവിടെ ഉണ്ടാകണമെങ്കിൽ ഈ കാണപ്പെടുന്നതും കാണുന്നവ ആ അവസ്ഥയും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. അപ്പം ബ്രഹ്മം എന്ന് പറയുന്ന അവസ്ഥ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ളതാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിതം. നമ്മൾ കാണുന്ന ഇതും പൂർണ്ണമായിട്ടാണ് കാണുന്നത്. എന്നിട്ട് ഒരു കസേര കാണുന്നു. കസേര നമ്മൾ എങ്ങനെ ശ്രമിച്ചാലും അതിന്റെ പാർട്ടേ കാണാൻ പറ്റുള്ളൂ, അതിന്റെ പിൻഭാഗം കാണാൻ പറ്റില്ല. ഒരു നാണയത്തിന്റെ രണ്ടു വശം എന്ന് പറയുന്നത് പോലെ. പക്ഷെ എന്നാലും നമ്മൾ പൂർണ്ണമായിട്ട് കാണുന്നു എന്നാണ് ധരിക്കാൻ നമുക്ക് പറ്റുന്നത്. കസേരയുടെ ഒരു അംശം കണ്ടു എന്ന് ആരും ഉദ്ദേശിക്കാറില്ല. അതുപോലെയാണ് നമുക്ക് പ്രാപഞ്ചികമായിട്ടുള്ള കാഴ്ചകളിലെല്ലാം അപൂർണമായിട്ടുള്ള കാഴ്ചകളെ നമ്മൾ പൂർണ്ണങ്ങളെന്ന് തെറ്റിദ്ധരിച്ച് പൂർണ്ണങ്ങളെന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ടാണ് കാണുന്നത്. അത് എന്താണ്? അത് അംശങ്ങളെ നമ്മൾ കാണുന്നുള്ളൂ. അതിന്റെ ഒരു വസ്തു കാണുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് അറിയാൻ പാടില്ല. പുറമേ ഉള്ളത് എന്തൊക്കെയാണെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് കാണുന്നു എന്ന് പറയുമെങ്കിലും അതിന്റെ നമ്മളോട് ഫേസ് ചെയ്യാത്ത വശം നമ്മൾ കാണുകയില്ല. പക്ഷെ എന്നാലും അത് ഒന്ന് കറക്കി നോക്കിയാൽ എല്ലാം കാണുന്നു. എല്ലാം കാണുകയില്ല. അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റ് എ ടൈം ഒരു അംശം മാത്രമേ അറിയാൻ പറ്റുള്ളൂ, വെറും ഒരു അംശം. അപ്പോൾ അതാണ് പറയുന്നത്. പക്ഷെ എന്നിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ കാണുന്നു എന്ന് മനസ്സിലാകുകയും ചെയ്യുന്നു. അതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഉൾക്കൊള്ളാൻ. അപ്പൊ ഇവിടെ ഒരു ചെറിയ ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കറങ്ങുന്ന ഒരു ചക്രം. ആ ചക്രത്തിൽ ഭൗതികമായിട്ടുള്ള എല്ലാ അവസ്ഥയും അത് നമ്മൾ കറങ്ങുന്ന അതിനകത്ത് പാർട്ടിസിപ്പൻസ് ആണ്. ആ പോയിന്റ്സ് അതിനകത്തുള്ള ഈ ഫാനിന്റെ നമ്മളുടെ കറങ്ങുമ്പോൾ എപ്പോഴും പറയണതാണ് ഫാനിന്റെ എല്ലാ ഭാഗങ്ങളും കറങ്ങുകയാണ്. പക്ഷേ
അതിന്റെ സെന്റർ എന്ന് പറയുന്നത് എങ്ങോട്ടാണ് കറങ്ങണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെന്റർ കറങ്ങുന്നതിന് സെന്റർ ആകാൻ പറ്റില്ല. ഒരു വസ്തു ഇങ്ങനെ കറങ്ങുമ്പോൾ അതിന്റെ രണ്ട് വശങ്ങൾ, ഒരു വശം മേളിലേക്ക് പോയോ ഒറ്റ വശം താഴോട്ട് വരും ഇല്ലേ? എങ്ങനെയാ? അപ്പൊ അങ്ങനെ മേളിലോട്ടാണോ താഴോട്ടാണോ അല്ലെങ്കിൽ വലത്തോട്ടാണോ ഇടത്തോട്ടാണോ എന്നൊക്കെ പറയുന്നത് പോലെ സെന്റർ വലത്തോട്ടാണോ ഇടത്തോട്ടാണോ പോകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സെന്റർ അനങ്ങാത്തതാണ്. അതിന്റെ പക്ഷെ ഭൗതികമായിട്ടുള്ള വശം എന്ന് പറഞ്ഞാൽ ഭൗതമായത് എന്ന് പറഞ്ഞാൽ രണ്ടു വശമില്ലാതെ ഒന്ന് പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ പറ്റുകയില്ല. രണ്ടു വശമില്ലാത്തതൊന്ന് എന്ന് പറയും എന്താണ്? അതിനെ ഒരു നമുക്കത് ഏറ്റവും ചെറിയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ടു വശമില്ല എന്ന് പറയും. രണ്ടു വശമുണ്ട് എന്ന് വെച്ചാൽ അതിനൊന്ന് വലുതാക്കി കഴിഞ്ഞാൽ അതിന്റെ വലതുവശം ഇടതുവശം കാണാം. പിന്നെയും കാണാൻ പാടില്ലാത്തത്ര ചെറുതാക്കിയാലും അതിനെ വേറൊരു മൈക്രോസ്കോപ്പ് വെച്ച് വലുതാക്കി കഴിഞ്ഞാൽ അതിന് രണ്ടു വശം കാണാം. അപ്പോൾ അതിനെ കാണാൻ പാടില്ലാത്ത വിധത്തിൽ ചെറുതാക്കണമെങ്കിൽ അതിന് വശങ്ങളില്ലാതെ വരണം എന്ന് പറഞ്ഞാൽ അത് ഭൗതികമായിട്ട് ഇല്ലാത്ത അവസ്ഥയിൽ മാത്രമേ വശങ്ങളില്ലാതെ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചത്തിൽ ആ പ്രപഞ്ചത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് ഭൂതമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ഗോചരത്വം ഉണ്ടാകുമ്പോൾ അതിന് പാർശ്വങ്ങൾ ഉണ്ടായേ പറ്റൂ. അല്ലാത്തതിനെ നമ്മൾ ഇല്ലാത്തത് എന്ന ഗണത്തിലാണ് വിടുക. നമുക്ക് അനുഭവത്തിലേക്ക് വരാൻ പറ്റില്ല. അനുഭവത്തിലേക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് ഒരു പ്രയോഗം മാത്രമേ ആവുകയുള്ളൂ, മനസ്സിലാകുന്നില്ല, അനുഭവത്തിലില്ല. അപ്പോൾ അങ്ങനെയാണ് സീറോ അല്ലെങ്കിൽ ശൂന്യം എന്ന് പറയുന്നത് അനുഭവത്തിലില്ലാത്ത ഒരു അതിനു മാത്രമേ കറങ്ങാതെ ചെറുതായി വശങ്ങളില്ലാത്തത് എന്ന് പറയുമ്പോൾ ആ വശങ്ങൾ ഇല്ലാതെ എന്ന് പറയുമ്പോൾ ഒന്നും ഇല്ലാതായിപ്പോയി നമ്മളെ സംബന്ധിച്ച്, ഇല്ലാത്ത ഒന്ന്. അതുപോലെ തന്നെയാണ് അനന്തം എന്ന് പറയുമ്പോൾ അതിനും ബൗണ്ടറി ഇല്ല. ബൗണ്ടറി ഉണ്ടെങ്കിൽ അനന്തം ആകില്ല. അന്തമുണ്ട്, ബൗണ്ടറി ഉണ്ടെന്ന് പറഞ്ഞാൽ അന്തം ഉണ്ടെന്നർത്ഥം. ഇവിടെ ചെറുതായി വന്നിട്ടും ബൗണ്ടറി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് അന്തം ഉണ്ടെന്നർത്ഥം. അന്തം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് ആ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാകുന്ന ആ വിവേചനത്തെയാണ് അന്തം. ഇവിടം തൊട്ട് അങ്ങോട്ട് ഇല്ല നമുക്ക് കാണാൻ പറ്റണം. കണ്ണുകൊണ്ട് കാണുന്നല്ല പറഞ്ഞത്, ഏതെങ്കിലും വിധത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റിയ അവിടെ ഉണ്ട്. അപ്പോൾ ബൗണ്ടറി ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ശൂന്യം, ബൗണ്ടറി ഇല്ലാത്തൊരവസ്ഥയാണ് അനന്തം. അപ്പോൾ ബൗണ്ടറി ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ അതെന്താണ്? ഈ ശൂന്യവും ഈ അനന്തതയും ഒന്നാകുന്ന അവസ്ഥ, അതാണ് ബ്രഹ്മാവസ്ഥ. പക്ഷേ അതിനാ ബ്രഹ്മാവസ്ഥയ്ക്ക് പോലും വേറൊരു അവസ്ഥ എന്ന് പറയുന്നത് അനുഭവിക്കാൻ പറ്റില്ല. വെച്ചാൽ വേറൊരു അവസ്ഥ വന്നപ്പോൾ ഈ അവസ്ഥ എവിടെ അവസാനിക്കുന്നു എന്നറിയണം, അതിന് ബൗണ്ടറി വരണം. അപ്പോൾ ബൗണ്ടറി ഇല്ലാത്ത അവസ്ഥയ്ക്ക് മറ്റൊന്ന് എന്ന് ചിന്തിക്കാനോ ഇതൊന്നും അല്ല. അതുകൊണ്ട് മറ്റൊന്നിനെ കാണാത്ത അവസരത്തിൽ ഞാൻ തന്നെ ഉണ്ടെന്നറിയാൻ പറ്റില്ല. ഇതാണ് അത് നമുക്ക് ഒരിക്കലും നമ്മളുടെ ഒരു സൃഷ്ടിയുടെ, മനുഷ്യന്റെ എന്നല്ല ദൈവത്തിന്റെ പോലും ബുദ്ധി കൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ദൈവാവസ്ഥയ്ക്ക് പോലും അപ്രാപ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ബ്രഹ്മാവസ്ഥ എന്ന് പറയുന്നത്. ആ ബ്രഹ്മാവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് പ്രപഞ്ചാവസ്ഥയിലേക്ക് മാറിയത് എന്നതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആ ധാരണ ഉണ്ടാക്കുമ്പോഴാണ് ആ ബ്രഹ്മപ്രപഞ്ച സാങ്കത്യം എന്ന് അല്ലെങ്കിൽ അതിന്റെ ബന്ധം എന്നൊക്കെ നമ്മൾ ഒരു ധാരണയുണ്ടാക്കുന്ന അറിവാണ് വേദത്തിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ആ ഒരവസ്ഥ. മനസ്സിലുണ്ടോ? അപ്പോൾ അവിടം വരെയുള്ള, അപ്പൊ ഉദാത്തങ്ങളിലേക്ക് പോകുന്ന ഒരു ഏറ്റവും താഴത്തെ ഒരു ലെവലാണ് നമ്മളിത് പഠിച്ചു വെക്കുക. പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ ഒരു ശ്ലോകം പഠിക്കുന്നു എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പുസ്തകത്തിലുള്ളത് മസ്തകത്തിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അതപ്പോൾ നമ്മൾ പഠിച്ച ശ്ലോകം പഠിച്ച എന്നാ ഒന്ന് ചൊല്ലിക്കേ എന്ന് പറഞ്ഞാൽ
ഒട്ടനെ അതിന്റെ അർത്ഥം അറിയാൻ മേലെ ഒന്നും അറിയാൻ പാടില്ല. പക്ഷേ നമ്മൾ പറയുന്നത് എന്താണ്? അവൻ ശ്ലോകം പഠിച്ചു കേട്ടോ, 10 ശ്ലോകം പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 100 ശ്ലോകം പഠിച്ചിട്ടുണ്ട്, അവനെ നമുക്ക് അക്ഷരശ്ലോക മത്സരത്തിൽ പങ്കെടുപ്പിക്കാം എന്ന് പറയും. അവൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എന്താണ് പഠിക്കുക എന്ന് പറഞ്ഞത്? അതിൻ്റെ ആ ഫ്രെയിം, ആ സ്ട്രക്ചർ, ശ്ലോകം എന്താണെന്നുള്ളത് സാന്ദർഭികമായിട്ട് മാറി മാറിക്കൊണ്ടിരിക്കുന്ന അർത്ഥങ്ങൾ അവിടെ സ്ഫുരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. അത് കറക്റ്റ് അറിയാനും പാടില്ല. പക്ഷേ ABCD പഠിച്ചു എന്നാ പറയണത്. ABCD പഠിച്ചു എന്ന് പറഞ്ഞാൽ ABCD 20 തൊട്ടുള്ള 26 അക്ഷരം പഠിച്ചാലും അത് പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഏതൊക്കെ എഴുതാനും അറിയാം, അത് വായിക്കാനും അറിയാമെങ്കിൽ അത് പഠിച്ചു എന്നായി. പക്ഷേ അതുകൊണ്ടുള്ള പ്രയോഗങ്ങളില്ലാണ്ട് ABCD പഠിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ചുമട് ചുമക്കുന്ന കഴുതയെപ്പോലെ ഇതുകൊണ്ട് നടക്കാന്നുള്ളതല്ലാണ്ട് അത് നമുക്ക് ഗുണത്തിന് പകരം പഠിക്കുക മാത്രം ചെയ്താൽ അത് നമുക്ക് ഗുണമൊന്നും ഉണ്ടാക്കുന്നില്ല. അത് ഗുണത്തിന് പകരം ദോഷമേ ഉണ്ടാക്കുള്ളൂ. പക്ഷേ കഴുത ഈ ചുമടും ചുമന്നുകൊണ്ട് പോകുന്നത് കഴുതയെ സംബന്ധിച്ച് ഗുണത്തിന് പകരം ദോഷമാണ് ഉണ്ടാക്കണമെങ്കിൽ പോലും അത് ആ കഴുതയുടെ ഉടമസ്ഥനെ സംബന്ധിച്ച് അത് ഗുണമാണ്, അതൊരു പ്രയോജനം ചെയ്യും. ഈ ചുമക്കുന്ന കഴുതയ്ക്ക് അതുകൊണ്ടൊരു പ്രയോജനമില്ല എന്നതുപോലെയാണ് അവിടെയും പ്രയോജനമുണ്ട്. വിദ്യാർത്ഥി ഇതെല്ലാം പഠിച്ചു വെച്ചുകൊണ്ട് അത് പ്രയോജനമില്ലെന്നല്ല, ആ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അപ്പോൾ പ്രയോജനമില്ല. അവൻ അതിനെ, ആ പഠിച്ച സാധനങ്ങളെ അനലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അതിന് അവന്റെ ബ്രഹ്മചര്യത്തിലെ ആ പഠനം കൊണ്ട് ഗാർഹസ്ഥ്യത്തിലും വാനപ്രസ്ഥത്തിലും സന്യാസത്തിലും അവനത് പ്രയോജനം ചെയ്യുന്നത്. അതുകൊണ്ട് പഠിക്കുന്ന സമയത്തല്ല പ്രയോജനം, അത് പ്രാവർത്തികമാക്കുന്ന അല്ല അതിനെ ഉപയോഗിക്കുന്ന സമയത്താണ് പ്രയോജനം. ആ ഉപയോഗത്തെയാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബാക്കി 3 ഭാഗങ്ങളായിട്ട് റിക്കായിട്ട് പഠിച്ചതിനെ നമ്മൾ യജുസ് സാമം യജുസ് സാമം അഥർവം എന്ന് മറ്റു 3 അവസ്ഥകളിലാണ് പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ടാണ് ഗഹനമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഈ 3 അവസ്ഥകളെ, എന്നുവെച്ചാൽ മന്ത്രങ്ങളായിട്ട് എഴുതി വച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾക്ക് 3 അവസ്ഥകളെ നമ്മളുടെ ഈ അവസ്ഥകളിൽ നമ്മളുടെ എന്താണ് പറയുക, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം എന്നുള്ള ആ ജീവിതത്തിലെ 3 അവസ്ഥകളിൽ 3 വിധത്തിൽ അറിയപ്പെടാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് അനലൈസ് ചെയ്യുമ്പോഴാണ് അത് വേദത്തിന്റെ പ്രയോജനമായിട്ട് വരുന്നത്. ഇതാണ് ഇന്നലെ പറഞ്ഞതിന്റെ എക്സ്പ്ലനേഷൻ. എന്നിട്ട് ഇത് എന്തുകൊണ്ടാണ് അപ്പോൾ ഗീതയ്ക്ക് നമ്മൾ വേറെ അർത്ഥങ്ങൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിന്റെ അർത്ഥത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ ശരിക്കും കടന്നിട്ട് കാര്യമുള്ളൂ എന്ന് പറയുമായിരുന്നു. അപ്പോൾ ആദ്യം അത് എങ്ങനെയൊക്കെയാണെന്നൊന്ന് ചെറുതായിട്ട് പറഞ്ഞു, പിന്നെ അതിനെ ഏതൊക്കെ തലത്തിൽ പ്രയോജനപ്പെടുത്തണമെന്നും കൂടി പറഞ്ഞു. ഇനി നമുക്ക് തിരിച്ചു വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഗീതയിലേക്ക് തന്നെ പോകാം. അതിന്റെ ഒരു ജനനം തൊട്ട് മരണം വരെയുള്ള ഒരു സാധാരണ വ്യാഖ്യാനം ഏറ്റവും താഴെ ആദ്യം മനസ്സിലാക്കേണ്ടത് പറയാന്ന് പറഞ്ഞു. അത് പറഞ്ഞില്ലായിരുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലൊന്ന് ഓടിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ആ അർത്ഥത്തിലേക്കും പോകാൻ നമുക്ക് അതിന്റെ കണ്ടിന്യൂഷനായിട്ട് പോകാൻ നോക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ, നമഃ ശിവായ.